ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മാത്രം താഴ്ന്നിട്ട് പ്രാചന്മാരെ വൈദിക ശ്രേഷ്ഠരെ അസോസിയേറ്റ് സെക്രട്ടറി ജോസഫ് സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എത്രപ്പെട്ടവരെ അമേരിക്കയിൽ നിന്നും പോകുമ്പോൾ അവർ പറഞ്ഞതായിരുന്ന ഉദ്ദേശം ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം അതിനുള്ള മരുന്ന് കൊടുത്തുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. അതുകൊണ്ട് ഒരു പനിയോ ഇങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണ് തിരുമേനിക്ക് അടുക്കിലേക്ക് വരുന്നതെങ്കിൽ അതീതിയായിട്ട് തിരുമേനിക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെ കൈവക്കാൻ വരില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രതിരോധം കൊണ്ടുപോകല്ല, എനിക്ക് ക്യാൻസർ ഒന്നും കിട്ടുമെന്നുള്ളതുകൊണ്ടുമല്ല, എൻ്റെ ശരീരം ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങളുള്ള ചിലപ്പം പനിയോ അങ്ങനെയുള്ള എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അവരങ്ങനെ നിർദ്ദേശം പറഞ്ഞത്. തുടർന്നുള്ള ദിവസങ്ങൾ കുറച്ചുകൂടെ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം നിങ്ങളെ കാണുവാനും കൈമുട്ടുവാനുള്ളതായ അവസരം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ ക്ഷമിക്കുക എന്നുള്ള വിരോധമൊന്നുമല്ല, എന്നുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് നിങ്ങളെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. മാർച്ച് മാസം 20-ാം തീയതിയാണ് ഞാൻ ഇവിടെ നിന്ന് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്നത്. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു, എമിറേറ്റ്സും എയർ കാനഡയുമായിട്ട് ലിങ്കുള്ളതുകൊണ്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ലഗേജ് വേണ്ടി കാനഡയിൽ കിട്ടത്തക്ക രീതിയിൽ ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സാരമില്ല, ചെക്ക് ചെയ്തല്ലേ തുടരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ലണ്ടനിൽ ചെന്നു. അവിടെ ചെന്ന് ബാഗ് എടുത്തപ്പോഴാണ് എൻ്റെ നടുവ് വെട്ടിയത്. ഞാൻ നടുവ് വെട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ ഓടി നടന്നേനെയും മഴ മുഴുവൻ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരാളായി ഓടി നടന്നേനെ എപ്പോഴാണ് എവിടെയാണ് വീഴുന്നതെന്ന് അറിയില്ല. നടുവെട്ടിയതാണ് ഈ രോഗം കണ്ടുപിടിക്കുവാൻ കാരണമായിട്ടുള്ളത്. അവിടുന്ന് ഡോക്ടേഴ്സ് എന്നെ തിരുവനന്തപുരത്തുള്ള എൻ്റെ വീട്ടിലാണ് താമസിച്ചത്. വീട്ടിൽ വെച്ച് പെയിനുണ്ടായിരുന്നതിന് പറ്റി ഏതാണ്ട് ചെയ്തെടുത്ത് തൂക്കും. രാവിലെ നിലമ്പോലുള്ളതായൊരു മകന് എൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞാണ് എയർപോർട്ടിൽ നിന്ന് ഞാൻ കാനഡയിൽ പോകും. അവിടെ ചെന്നപ്പോൾ വേദനയുണ്ട്. എനിക്ക് ഹോട്ട്വാട്ടറായിട്ടുണ്ടായിരുന്ന ഷുഗർ വെച്ച് ഏതാണ് അത് വേണ്ടിയെന്നുള്ള രീതിയിലാണ്. കൃഷ്ണാനവാഴ്ച എഡ്മണ്ട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. 10 ദിവസം അവിടെ താമസിച്ചു. ശുശ്രൂഷയുടെ അനുഗ്രഹമായിരുന്നു. സിയാറ്റിൽ, വാഷിംഗ്ടണിലുള്ള സ്ഥലമാണ് സിയാറ്റിൽ. അവിടെ ഒരാഴ്ചക്കാലം ഉണ്ടായിരുന്നു. തുടർന്ന് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ചെന്നപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കാണാനായിട്ട് പോയി. ചാപ്പലിനെ പ്രാർത്ഥിച്ചിറങ്ങി വരുന്ന അവസരത്തിൽ ചാപ്പലിൻ്റെ വാതിക്കലായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ തന്നെയാണ്. എത്രമാത്രം കഷ്ടത സഹിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത്, അതുപോലെ മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് അരിച്ചെല്ലണമെങ്കിലും ഇത്രമാത്രം കഷ്ടതകൾ സഹിക്കണം. ഒരുപക്ഷെ ദൈവം തോന്നിച്ചതായ എനിക്കൊരു മുന്നോടിയായിട്ട് തോന്നിച്ചതായ ഒരു വാക്യമായിരിക്കും. ഞാൻ ഏതായാലും അടുത്തുണ്ടായിരുന്ന ബെന്നീസിനോട് ഒരു ഫോട്ടോ എടുത്ത് ടെക്സ്റ്റ് ചെയ്ത് തരാൻ വേണ്ടി എന്നെ ഒത്തിരി സ്വാധീനിച്ചതായ ഒരു വാക്യമാണ്. ദൈവത്തിൻ്റെ കഷ്ടതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ കഷ്ടതയെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം 14-ാം തീയതിയാണ് ഹൂസ്റ്റണിൽ വരുന്നത്. 21-ാം തീയതി കുർബാന ചൊല്ലാനായിട്ട് അച്ഛനോട് വെച്ച കാപ്പയിട്ടാണ്. എനിക്ക് അത്രയും നേരം നിൽക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. കുർബാന അർപ്പിച്ചു. തൊഴുതലിൻ്റെ സമയത്ത് ഇരുന്നു. അച്ഛനെ കൊണ്ട് തൊഴുതലിൽ വെച്ചു. പിന്നെ അവിടെ
22 അമേരിക്കൻ ഭദ്രാസനം പുതുതായി മേടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. 100 ഏക്കർ സ്ഥലവും 7 ബെഡ്റൂമുള്ള വലിയൊരു മാൻഷനും അതുപോലെ 2 അപ്പാർട്ട്മെന്റുള്ള 2 വീടുകളും കൂടെ ചേർന്നത് കാണാനായിട്ട് ഒരു സെവറസ് ലിവിംഗ് ഉണ്ടായിരുന്നു. അവിടെ എനിക്കത് കാണാനായിട്ട് ഇറങ്ങാൻ വയ്യായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസമാണെങ്കിൽ നടക്കാൻ വയ്യാത്തൊരു സ്റ്റേജാണ്. ഇരിക്കാനും വയ്യ, നടക്കാനും വയ്യ, കിടക്കാനും വയ്യാതെ. അപ്പം ദിനവയ്യച്ചനുണ്ടല്ലോ വീട്ടുകാരും പെരുമാറിയുള്ളതായ പൊന്നച്ചൻ വന്നു. എന്നെ കണ്ടുകൊണ്ട് വളരെ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വിളിച്ച് വീൽചെയർ കൊണ്ടുവന്നിട്ട് ഇരിക്കാനാണ് കാര്യം നടക്കുന്നത്. അതിനകത്ത് അങ്ങനെ അതാഴെ കൊണ്ടുവന്നു. വീൽചെയറിൽ പൊന്നച്ചൻ്റെ കാലയിൽ LPJ ഹോസ്പിറ്റലിലേക്ക് പോയി. എമർജൻസി കേസ്. ഇതാണ് ഒരു ബുധനാഴ്ച ഇവിടെ ചെന്നു. മറ്റൊരു ബുധനാഴ്ച 29 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അവിടെ സ്നേഹവും കരുതലും ഇല്ലാതെ പ്രാർത്ഥനയും കണ്ട് 29-ാം ദിവസം ഡിസ്ചാർജ് ചെയ്യുകയുണ്ടായി. അതെ, രോഗത്തെക്കുറിച്ച് എനിക്ക് ആകാരമൊന്നുമില്ല, പ്രയാസമൊന്നുമില്ലായിരുന്നു. പെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു മാനേജ്മെന്റ് 4 ഡോക്ടേഴ്സ് വന്ന പെയിനുണ്ടോ, 0 to 10 അതിൻ്റെ ഏത് റേഞ്ചാണെന്ന് പറയണം. എന്നിട്ട് അതിനനുസരിച്ച് മരുന്ന് തരും. പെയിൻ ഇല്ലാതെ അമേരിക്കയിൽ തുമ്മിയാൽ പോലും പെയിൻ മരുന്ന് കിട്ടുന്ന സ്ഥലമാണ്. അതായത് അധികം പെയിൻ അവരോട് പറയും വിത്തൗട്ട് പെയിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടീമല്ലാതെ അവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. എങ്കിലും ഒരു പാച്ച് 72 മണിക്കൂർ വേദന പറയുന്ന ഒരു പാച്ച് കുറച്ച് ദിവസം നമുക്ക് കയ്യിലൊക്കെ വെച്ചുകൊണ്ടാണ് ഓരോ 3 ദിവസം കഴിയുമ്പോൾ മാറണം. അതിനെയാണ് പിന്നെ ആദ്യം ദൈവം തരുന്ന പെയിൻ അല്പം അനുഭവിക്കുക. അത് ദൈവത്തിൻ്റെ ഇഷ്ടമായതുകൊണ്ടല്ലേ പെയിൻ തരുന്നത്. ആ രീതിയിൽ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ രോഗം പറയണമെന്ന് പ്രാർത്ഥിച്ചില്ല. കാരണം ദൈവം തന്ന രോഗമാണ്. ദൈവത്തിനെ പറയുവാനായിട്ട് സാധിക്കും. വീണ്ടും ഒരു പ്രയാസം യൂറിൻ പോകാനായിട്ട് ട്യൂബ് എടുത്തെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ദൈവമേ കുറക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് ഒരുപാട് ഇതിൻ്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തില്ലെന്ന് തിരിച്ചിട്ടുണ്ടാകും. ഏതായാലും ട്യൂബ് എടുത്ത് കളഞ്ഞു സ്വാതന്ത്ര്യമായി. പോക്കർ മാറി, കെയിനും മാറി. ഒരു 340 സ്റ്റെപ്പ് അല്ലെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് നടക്കുമായിരുന്നു. അപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു നടക്കുന്ന കുഴപ്പമില്ലെങ്കിൽ വേദനയുള്ളതുകൊണ്ട് ഒരു ദിവസത്തോട് ചരിയുന്നത് കൊണ്ട് അതൊരു ശീലമായി ചെയ്തുകൊണ്ട് ഈ കെയിനിങ്ങിൽ ഉപയോഗിച്ച് വേണം നടക്കാൻ. അങ്ങനെയുള്ളതായ ഒന്നായിരുന്നു. ക്യാൻസറിന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്. ക്യാൻസറിൻ്റെ വീട്ടിലെ ഏറ്റവും ലീസ്റ്റായിട്ടുള്ളതാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. എനിക്ക് പറ്റിയ കുഴപ്പം ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ്, സെക്കൻഡ് കഴിഞ്ഞ്, തേർഡും കഴിഞ്ഞ്, ഫോർത്ത് കഴിഞ്ഞ് ഞാനല്ല പറഞ്ഞത്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് സ്പ്രെഡ് ചെയ്ത് സ്പൈനൽ കോഡിൻ്റെ ഒരറ്റത്ത് ഒരു ഭാഗമോടെ കയറിയത്. ആ കയറി ഇരുന്നിട്ട് L3 മെഡിക്കൽ ടെർമിനോളജി അറിയുന്ന L3 അവിടെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഒന്നിൽ അത് വീക്കായപ്പോൾ വെയിറ്റ് എടുത്തപ്പോഴായിരിക്കും ബ്രേക്ക് ഉണ്ടായത്. അത് എന്നെയൊന്ന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി എനിക്കതോട് കയറി വന്നത്. ഏതായാലും ശരി, അതുകൊണ്ടാണ് ഇപ്പോഴും പെയിൻ ഉള്ളത്. കുറച്ച് കഴിയുമ്പോൾ മാറും. നടക്കാനായിട്ടുള്ള പ്രയാസമുണ്ട്. കുർബാനയ്ക്ക് ഫുൾടൈം നിൽക്കാനായിട്ട് പ്രയാസമുണ്ട്. ഞാൻ 4 കുർബാന അർപ്പിച്ചതിന് ശേഷമാണ് അവിടെ വരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകിച്ച് അമേരിക്കൻ ഭദ്രാസനത്തിലെ മുഴുവനായിട്ട് വിട്ടുവരും. അവിടെയുള്ള അച്ഛന്മാർ ഏരിയാവിൻ്റെ കാക്കയെ പോലെ ഭക്ഷണം കൊണ്ടുവരും നമ്മുടെ ആൾക്കാർ. ചിലർ പറഞ്ഞിട്ട് വരും, ചിലർ പറയാതെ പോലെ അങ്ങനെ ഭക്ഷണം കൊടുന്നതായ ഒരു അനുഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ സ്നേഹവും സന്തോഷവും. LPJ ഹോസ്പിറ്റലിലെ ആൾക്കാരുടെ ഡോക്ടേഴ്സിൻ്റെ ഒരു ഡോക്ടർ ഗ്രീക്ക് ഓർത്തഡോക്സാണ്. ഹോളിലാൻഡിൽ പോയപ്പോൾ തോന്നി എനിക്ക് മാല മേടിച്ചു തന്നു. ഒരു 100 മാല മേടിച്ചു
ആവശ്യം എനിക്ക് വേണ്ടി ഒരു വലിയ തന്നെ 1-2 പ്രാവശ്യം കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ളതായ സ്നേഹം അതിനേക്കാൾ ഉപരി കാശില്ലാത്തവരെ സഹായിക്കുന്ന ഒരു സംവിധാനം അമേരിക്കയിലുണ്ട്. ആകെ എന്തെങ്കിലും ഒരു പാസ്പോർട്ടും പിന്നെ ട്രാവൽ ഇൻഷുറൻസ് എടുത്തപ്പോൾ അത് $2,27 വരെ കിട്ടുമെന്നുള്ള എടുത്തത് 2 പൈസയുടെ പോലും വിലയില്ലാത്തതായിരുന്നു ആ ട്രാവൽ ഇൻഷുറൻസ്. കിട്ടിപ്പോയാൽ 4,000-6,000 രൂപ അല്ലാതെ ഒന്നും കിട്ടത്തില്ല. നേരായാലും ശരി പാസ്പോർട്ട് കൊടുത്തു, ഇത് കൊടുത്തു, ഡിഗ്രി ഇതുവരെ കിട്ടിയിട്ടില്ല. ഡിഗ്രിക്കാണെങ്കിൽ 50 ലക്ഷം വരാനായിട്ട് സാധ്യതയുണ്ട്. ഏതായാലും ശരി, അറിവില്ലാത്തവരെ സഹായിക്കുന്ന ദൈവമായ ദൈവത്തിൻ്റെ പേരിൽ എഴുതി കൊടുക്കുന്നു. കാരണം പൈസ ഒന്നും കൊടുക്കാതെ തന്നെ അതായത് അവിടെ നിന്ന് ഞാൻ സ്വന്തമായിട്ട് പോകുന്നു. ഞാൻ അതേ പേരിൽ ബില്ല് അയക്കുന്നല്ലാതെ മാനേജ് ചെയ്തിട്ട് അമേരിക്കയിലെ ഒരു സിസ്റ്റമാണ്. ഇൻഷുറൻസ് ഇല്ല എങ്കിൽ അങ്ങനെയുള്ളവരെ സഹായിക്കുന്നത് ഒത്തിരി ദോഷങ്ങളുണ്ടെങ്കിൽ അമേരിക്കയുടെ ഒരു ഗുണം ഇത് മാത്രമാണ്. ഒത്തിരി ഗുണങ്ങളുണ്ട്. ഏതായാലും ശരി, അവിടെ നിന്ന് പോരാനായിട്ട് തിരുമേനി കൽപ്പിച്ചതനുസരിച്ച് തിരുമേനിമാരെ വിദേശത്താണെങ്കിൽ സഹായിക്കുന്നവരാണ് ദുബൈയിലുള്ള ജോജോ അധ്യക്ഷൻ. ജോജോ വിളിച്ചിട്ട് പറഞ്ഞു, ജൂൺ 26-ന് ഫ്ലോറിഡയിൽ കോൺഫറൻസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരുമേനിയൊന്ന് കണ്ടിട്ട് ഒരുമിച്ച് പോരാൻ പറഞ്ഞു. അങ്ങനെ ജൂൺ 29-ന് പോരാനായിട്ട് തീരുമാനിച്ചു. എന്നോക്കിയപ്പോൾ ജൂൺ 30 ഞായറാഴ്ച ഫ്ലൈറ്റിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ശരിയല്ല. അതുകൊണ്ട് 30 വൈകിട്ട് പോരാമെന്ന് തീരുമാനിച്ചു. യോസെഫിയസിലേക്ക് പറഞ്ഞു, ഇത്രയും ദിവസം 24 ദിവസം അവിടെ താമസിച്ചല്ലേ, തിരുമേനി വന്നിട്ട് പോകാൻ മതി. തിരുമേനി ഒരു കോൺഫറൻസിന് പോയിട്ട് 1-ാം തീയതി പോയിട്ട് വരത്തുള്ളൂ. പിന്നെ എൻ്റെ ഈ പ്രയാസം കണ്ടുകൊണ്ട് തിരുമേനി ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് 30-ാം തീയതി രാത്രി തന്നെ എയർപോർട്ടിൽ പോയി പറ്റിയിരുന്നത്. അവസാനം 6 മണിയായപ്പം അരമനയിൽ വന്നു. പിന്നെ ജോജോ കാണിച്ച വലിയൊരു കാര്യം, ന്യൂയോർക്കിൽ നിന്ന് കാലിക്കറ്റ് വരെ ഫസ്റ്റ് ക്ലാസ്സിലെ ഉള്ള ടിക്കറ്റാണ് എടുത്തത്. ഫസ്റ്റ് ക്ലാസ് ദുബൈ വരെ കിടന്നു പോരാനായിട്ട് സാധിച്ചത്. വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു. ദുബൈയിൽ നിന്ന് ഇങ്ങോട്ട് ബിസിനസ് ക്ലാസ്സിലെ പോരാനും ഫസ്റ്റ് ക്ലാസ് ഇല്ലാത്തതും. അതായത് ഓരോ തിരുമേനിമാരെ കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹം കൊണ്ട് എല്ലാം വേണ്ട ക്രമീകരണ പ്രഭാവത്തിന് എത്യോപ്യയിലും ഈജിപ്തിലും പോയ എല്ലാം മുഴുവൻ ചെലവ് വഹിച്ച ജോജോയാണ്. ആ ജോജോയുടേതായ വലിയൊരു കാരുണ്യം കൊണ്ടാണ് വലിയ വേദന കൂടാതെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ജോജോയ്ക്ക് കൂടെ വരാൻ സാധിക്കാഞ്ഞത് കൊണ്ടാണ് ജോജോയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരച്ഛനാണ് നമ്മുടെ ഷിനോജച്ച്. ഒരുപാട് ഭദ്രാസനമാണെങ്കിലും ചില തലക്കാർ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനാണ് ശുശ്രൂഷിക്കുന്നത്. ഇപ്പം ജോജോ പറഞ്ഞു, എനിക്ക് പ്രയാസമുണ്ട്, അച്ഛനോട് പോകണം, ഏതായാലും അച്ഛൻ്റെ ടിക്കറ്റ് എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് അച്ഛനെയും ക്രമീകരിച്ച് ഷിനോജച്ചിന് 1 മാസം കുഞ്ഞിബാബാതിരുമേനിയെ ശുശ്രൂഷിച്ചു, 1 മാസം വേദിയെ ശുശ്രൂഷിച്ചു. അടുത്തല്ല ഇരിക്കുന്നതെങ്കിലും ഞാൻ ഫസ്റ്റ് ക്ലാസ് അച്ഛൻ ബിസിനസ് ക്ലാസ്സിലുമാണെങ്കിൽ എനിക്ക് കാലത്തിന് തീരുമാനം ചിലപ്പം കാരണം വേദനയുള്ളതുകൊണ്ട് ഷിനോജച്ചിനോടുള്ളതായ സ്നേഹം പ്രത്യേകം അറിയിക്കുകയാണ്. കേരളത്തിൽ തന്നെ കാണാൻ വന്നിട്ടുള്ളവരുണ്ട് അമേരിക്കയിൽ. പ്രത്യേകിച്ച് മറ്റൊരു ജോണി കുടുംബവും ഇവിടെ വന്നതായ അവസരത്തിൽ ന്യൂയോർക്കിലെ ബോസ്റ്റണിൽ വന്ന മനുഷ്യനെ കാണാനായിട്ട് ബോസ്റ്റൺ വരെ വരികയുണ്ടായി. ഒരു റിലേറ്റീവ് ബാംഗ്ലൂരിൽ നിന്ന് വന്നു. പിന്നെ ഭോപ്പാലിൽ നിന്ന് ഒരു കുടുംബം. പിന്നെ പലരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നത് കൂടാതെ അമേരിക്കയിൽ തന്നെ ന്യൂയോർക്ക് ദൂരെ കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് വന്ന ശുശ്രൂഷിച്ച് ദിവസങ്ങളോളം താമസം ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം സ്നേഹം, ദൈവത്തോടുള്ളതായ ആ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ്. ഈ ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞതിൽ ഏറ്റവും ലീസ്റ്റായിട്ടുള്ള ഒന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. നടക്കുകയാണ്. അവർ പറഞ്ഞത് വലിയ ചികിത്സയൊന്നുമില്ല, ഉള്ള ചികിത്സ 3 മാസത്തിൽ ഒരിക്കൽ ഒരു ഷോർട്ട് ഇഞ്ചക്ഷൻ
ഇതൊന്നും അറിയത്തില്ല. അത് കഴിക്കുക. ഞാനത് 3 ആഴ്ചക്കാലത്തെ കീമോയുടെ പിൽസ് കഴിച്ചു, കുഴപ്പമൊന്നും വന്നില്ല. പിന്നെ ഒരു 5 റേഡിയേഷൻ എടുത്തു. അത് മൈന്യൂട്ടായിട്ടാണ് എടുത്തത്. 9 ദിവസം വോമിറ്റ് ചെയ്തല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി പറഞ്ഞത് ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ് ആകിയാൽ എല്ലാ 3 മാസത്തിലൊരിക്കൽ ചെക്ക് ചെയ്തതിന് ശേഷം ഇഞ്ചക്ഷൻ എടുത്താൽ മതി. അതുകൊണ്ട് പറയാവുന്നതേ ഉള്ളൂ. ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ PSA എന്ന് പറയും, പോസ്റ്റേറ്റിൻ്റെതാണ് എൻ്റെ ഇപ്പോൾ എനിക്കറിയില്ല. അന്നത് 13.6 ആയിരുന്നു. പോരുന്ന നമ്മൾ 2 ദിവസം മുമ്പ് അത് നോക്കിയപ്പോൾ 0.57 ആയി കുറഞ്ഞു. 0.4 അതിൻ്റെ മിനിമം. ആ PSA തന്നെ ഇത്രയും കുറയുവാനായിട്ട് കാരണം അനേകായിരങ്ങളുടെ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന, വലിയ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ലഭിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം അസുഖം കുറച്ചു. ജീവിതത്തിൽ ഇഷ്ടം നടക്കട്ടെ എന്നോടൊന്നും പറയുന്നില്ല. അതിപ്പോൾ നടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ചിലപ്പം മുട്ടിനൊരു വേദനയുണ്ട്, ചിലപ്പം മുട്ടിൻ്റെ താഴേക്ക് വേദന പോകും, ചിലപ്പം മുട്ടിന് മുകളിലേക്ക് വരും. ഇനി 3 സ്ഥലത്തായിട്ടേ വേദനയുള്ളൂ. പിന്നെ ഡയബറ്റിക് ആയതുകൊണ്ട് ന്യൂറോപ്പതി ഉള്ളതുകൊണ്ട് കാലിൻ്റെ വെള്ളയ്ക്കുമുള്ള ഇത് രണ്ടും കൂടെ കൊടുക്കുന്നതാണ് പ്രയാസം. ഉറക്കം കുറവാണ്. ഉറക്കം കുറവായതിനാൽ ഗുളിക കഴിക്കണം. ഗുളിക കഴിച്ചാൽ വ്യക്തി കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ ആളുകൾ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കില്ലാലും ശരി. ആരോഗ്യത്തോട് വന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അമേരിക്കയിലെ തിരുമേനി പറഞ്ഞു, ഈ ചികിത്സയ്ക്ക് വേണ്ട സഹായം ചെയ്യാൻ പലർക്കൊക്കെ ഒരു കൽപ്പന അയക്കണം. 3 സാരമില്ല, അത് കൽപ്പന അയക്കണ്ട. എന്നൊരു തിരുമേനിയുടെ ചാരിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ഞാൻ കുഴപ്പമില്ല സാധനം കൊടുക്കുന്നത്. അതിനെ വിളിച്ചിട്ട് പഴുകൾക്കൊക്കെ കൽപ്പന അയച്ചു. ഏതാനും പഴുകൾ സഹകരിച്ചു, സഹകരിക്കുമായിരുന്നു. അങ്ങനെ അമേരിക്കൻ ഭദ്രാസനം പ്രത്യേകിച്ച് യൗസേബിയസിന് വേണ്ടി കാണിച്ച സ്നേഹം, താല്പര്യം, ആ ഭദ്രാസനത്തിൻ്റെ അംഗങ്ങൾ കാണിച്ചതായ സ്നേഹം, താല്പര്യം പ്രത്യേകമായ നന്ദി പറയുന്നു. നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിലെ നിക്കോളാസിന് വേണ്ടി അവിടെ വന്ന് 4 ദിവസം താമസിച്ച് 2 ദിവസം കാണാൻ ഉദ്ദേശം. കുർബാന കഴിഞ്ഞിട്ടോ സ്വന്തേരവത്തിൻ്റെ കുർബാന കഴിഞ്ഞിട്ടാണ് വാങ്ങിപ്പോയത്. ആ ഭദ്രാസനത്തിലാണ് ഉണ്ടായി. അവരോടുള്ളതായ സ്നേഹം അറിയുന്ന എല്ലാവരും കാണിച്ചതായ സ്നേഹത്തിന് പ്രത്യേകമായി നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഒരു വിശ്വാസമുണ്ടെന്ന് പ്രാർത്ഥിച്ചാലേക്ക് സംഭവിക്കുമെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധന്മാരെ ശുദ്ധിയോഗ്യമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് ദൈവത്തെ നടത്തിയത്. ഇനി സമൂഹത്തിൽ, നമ്മുടെ സഭയിലല്ല, ഈ സമൂഹത്തിലെ രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച് നമ്മുടെ കുമാരക്കാരെ 10 മണി മുതൽ 10:30 വരെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ മറ്റു രോഗികളെ കൂടെ വിശേഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ അറിയാവുന്നതിനെ കൂടെ ചേർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ബാക്കിയുള്ളത് ബാക്കി 29 മിനിറ്റ് നമ്മുടെ സഭയിലെ രോഗികൾക്ക് വേണ്ടി, പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി, വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളും എല്ലാവരും ചെയ്ത പ്രാർത്ഥനയ്ക്ക് ഞാൻ കൊടുക്കുന്ന പേര് പ്രയോപതി. ഹോമിയോപ്പതിയുണ്ട്, അലോപ്പതിയുണ്ട്, ഇങ്ങനെ ഒത്തിരി പൊതികളുണ്ട്. അതിലൊരു പൊതിയാണ് പ്രയോപതി. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി തുടർന്നും ഈ സമൂഹത്തിന് ലോകത്തിന് കിട്ടുവാൻ ഇടയാകട്ടെ എന്ന് ഓർപ്പിക്കുന്നതിനോടൊപ്പം ഇത് വലിയൊരു സ്വപ്നമാണ്. ഒരുപക്ഷെ ആയുസ് കഴിഞ്ഞ് നീട്ടിത്തന്നതിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നതായ പദ്ധതി 1 ലക്ഷം രൂപ കൊടുത്താൽ ഗവൺമെൻറ് 2 ലക്ഷം രൂപ വീട്ടിൽ തരാം. 3 ലക്ഷം രൂപയുടെ പദ്ധതിയുണ്ട്. അതൊരു പക്ഷേ 1000 വീടെന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അറിയത്തില്ലാതെ അവസാനം മാനസാരമായിട്ടുള്ള കണ്ടമോയൊക്കെ തയ്യാറാക്കിയതിനു ശേഷം ഏതായാലും ശരി അത് പൂർത്തീകരിക്കുമ്പോൾ നല്ലൊരു സ്വപ്നമാണ് വിശുദ്ധ നാട്ടിൽ ഭയങ്കര സഭയ്ക്ക് ആസ്ഥാനം ഉണ്ടാകണമെന്നുള്ളത്. വളരെ ഏറെ മറ്റും ദൈവം സാധ്യമാക്കി തരുന്നുള്ള വിശ്വാസമാണ്. വീടില്ലാത്ത വീടിനെ പ്രാർത്ഥിക്കുക. സഭയുടെ സ്വപ്നം ഇന്നലെ സ്വപ്നമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ കടന്നു വന്ന് എല്ലാവരോടും പ്രത്യേകിച്ച് ഒരുമിച്ച് ഒരു മണി താമസിച്ച് പഠിച്ചവരാണ്. ഇതിനോടും
നിറവാച്ചനോടും പ്രൊഫസ്കോപ്പാച്ചന്മാരോടും എല്ലാവരോടുമുള്ളതായ സ്നേഹവും സന്തോഷവും നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. സ്വീകാര്യമായ ഏൽപ്പിക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാ കൈമത്തിനായിരിക്കും. കൈമത്തിൽ പോകുന്നതായ അവസരത്തിൽ ജെയ്സനോട് പറഞ്ഞു ഉപയോഗിച്ചിട്ട് മിഠായി കഴിക്കണം. നമുക്ക് എല്ലാവർക്കും തരാനായിട്ട് മിഠായി വാങ്ങിയിട്ടുണ്ട്. മിഠായി വാങ്ങിപ്പോയി ഉച്ച നമസ്കാരം നടത്തുന്നതും തുടർന്ന് ഉച്ച നമസ്കാരം നടത്തി തിരുവനയുടെ കൈകൊത്തി മിഠായി മേടിച്ച് അരമനയിൽ ചെന്ന് ഉച്ചഭക്ഷണം കഴിച്ച് എല്ലാവരും പോകാവുന്നതായ കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഈ ഒരാഴ്ചയോടെ തന്നേക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കാൻ വേണ്ടി തുടർന്നുള്ള എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കുന്നതായിരുന്നു ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. വിശുദ്ധഭാവനയുമായിട്ട് തിരുവനന്തപുരം സേവനത്തിന് പ്രത്യേകമായിട്ട് ആഗ്രഹിച്ച് മീറ്റിങ്ങുകളോട് സഹായിച്ച് പണങ്ങളുള്ള നാളെ തീർച്ചയായിട്ടും അത് വരുന്നതായിരിക്കും. അപ്പം അത് ആലോചിച്ചതിന് ശേഷം മാത്രമേ എവിടെ വേണം തീരുമാനിക്കുകയുള്ളൂ. മദ്രാസിൽ അടയാറായിരുന്നു എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. യുവാനിസിന് പലപ്പോഴും പറയുന്നു അടയാറിപ്പോൾ ഒരു സെമി പ്രൈവറ്റ് ആകിയ പഴയതൊക്കെ പോയിരിക്കും. പിന്നെ മദ്രാസിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ ഈസ് ബോംബെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൻ്റെ വെളിച്ചത്തേക്ക് കുറുവാസ് തിരുവനന്തപുരം പറഞ്ഞു തിരുവനന്തപുരത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ CD അങ്ങനെയുള്ള റിപ്പോർട്ട് ഇവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള 11-ാം തീയതി കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷം അവരെ കാണിച്ച് അവരെ പഠിച്ചതിന് ശേഷം അവർ പറയും ആഗസ്റ്റ് 7-ാം തീയതിയാണ് ഇനി അടുത്ത ഇഞ്ചക്ഷൻ്റെ ഷോട്ട് എടുക്കാനായിട്ടുള്ളത്. അതിന് മുമ്പായിട്ട് ചിലപ്പോൾ ബോംബെ ഇവിടെ ബന്ധങ്ങൾ ചെയ്യാമെന്നുള്ള തീരുമാനിച്ചുള്ളത് അനുസരിച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് ബോംബെ ആണെങ്കിൽ നേരത്തെ പോയി ബാക്കി ടെസ്റ്റൊക്കെ നടത്തി സ്കാൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് തീരുമാനിച്ചതുകൊണ്ട് അറ്റ് പ്രസന്റ് എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല.